വിശദമായ വാർത്തകൾ നോക്കാം. കോഴിക്കോട് ചക്കിട്ടപ്പാറ മുതുകാട്ടിൽ ഭിന്നശേഷിക്കാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഭിന്നശേഷിക്കാരനായ വളയത്ത് ജോസഫ് എന്ന പാപ്പച്ചനാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വികലാംഗ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് കാണിച്ച് പാപ്പച്ചൻ നേരത്തെ പഞ്ചായത്ത് ഓഫീസിൽ കത്തു നൽകിയിരുന്നു. കിടപ്പ് രോഗിയായ മകൾക്കും ജോസഫിനും കഴിഞ്ഞ 5 മാസമായി പെൻഷൻ മുടങ്ങിയിരുന്നു. എം.എസ്. അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. അനീഷ്, എന്താണ് സംഭവിച്ചത്? പെൻഷൻ മുടങ്ങിയത് കാരണം കൊണ്ട് മാത്രമാണോ ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത്? എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ? ജോസഫ് എന്ന പാപ്പച്ചന്റെ നേരത്തെയുള്ള ചില ഇടപെടലുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയങ്ങൾ പരിശോധിച്ചാൽ ഈ പെൻഷൻ കിട്ടാത്തതിനെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ മുതുകാട് സ്വദേശിയാണ്. അദ്ദേഹത്തെ ഇന്ന് ഉച്ചയോടെ ആ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. 5 മാസമായി ഇദ്ദേഹത്തിന് വികലാംഗ പെൻഷൻ ലഭിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ 15 ദിവസത്തിനകം പെൻഷൻ കിട്ടിയില്ലെങ്കിൽ ജീവൻ ഒടുക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ഇദ്ദേഹം പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു കത്ത് നൽകിയിരുന്നു. വടി കുത്തിപ്പിടിച്ച് സർക്കാർ ഓഫീസിൽ കയറി മടുത്തെന്നും ജീവിക്കാൻ കടം വാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും ആ കത്തിൽ പറയുന്നു. പെരുവണ്ണാമൊഴി പോലീസിനും ഈ കത്തിന്റെ പകർപ്പ് കൈമാറിയിരുന്നു. കഴിഞ്ഞ നവംബർ 9-നാണ് ഇത്തരത്തിലൊരു കത്ത് കൈമാറിയത്. എന്നാൽ ഈ കത്ത് കൈമാറിയ ശേഷവും പണം ലഭിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു തരത്തിലുമുള്ള നടപടികളും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് ഈ ആത്മഹത്യ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോഴിക്കോട് കളക്ടർക്കടക്കം കത്ത് നൽകാൻ ഇരിക്കുകയുമായിരുന്നു. അദ്ദേഹം കിടപ്പ് രോഗിയായ 47 വയസ്സുള്ള മകൾക്കും പെൻഷൻ തുക ലഭിക്കാനുണ്ടായിരുന്നു. അവർക്കും പെൻഷൻ തുക ലഭിക്കാഞ്ഞ വലിയ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് കുടുംബത്തെ തള്ളിവിട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 15 ദിവസത്തിനുള്ളിൽ ഈ കത്ത് ലഭിച്ച് 15 ദിവസത്തിനുള്ളിൽ പണം ലഭിച്ചില്ലെങ്കിൽ പത്രക്കാരെയും ചാനലുകാരെയും ഒക്കെ വിളിച്ചു താൻ ആത്മഹത്യ ചെയ്യുമെന്ന് അറിയിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരമൊരു ജീവൻ ഒടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. നേരത്തെ പഞ്ചായത്തിന് മുന്നിൽ ഈ പെൻഷൻ ആവശ്യം ചൂണ്ടിക്കാട്ടി ഒരു ഒറ്റയാൾ സമരമടക്കം ഇദ്ദേഹം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പഞ്ചായത്തിന്റെ വിശദീകരണം ഈ പെൻഷൻ കിട്ടാത്തതുകൊണ്ട് മാത്രമല്ല ആത്മഹത്യാ പ്രേരണ പ്രകടിപ്പിച്ചിരുന്ന ഒരാളാണ് ഇദ്ദേഹം എന്നാണ്. നേരത്തെയും പലവട്ടമായി ഇദ്ദേഹം ഈ ആത്മഹത്യാ പ്രവണത കാട്ടിയിട്ടുണ്ട്. പി വി സലീം കളക്ടറായിരുന്ന കാലത്ത് ഭൂമിക്ക് പട്ടയം കിട്ടാത്തതിനാൽ കളക്ടറേറ്റിന് മുമ്പിൽ മണ്ണെണ്ണയുമായി ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്ന ആളാണ്. ഒപ്പം അതിദരിദ്രരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നതുകൊണ്ട് തന്നെ ഭക്ഷ്യസാധനങ്ങളും മറ്റും സൗജന്യമായി ലഭിക്കും. ഒപ്പം തൊഴിലുറപ്പ് പദ്ധതിയിൽ 99 തൊഴിൽ ദിനങ്ങളുള്ള ആളാണ്. 77 ദിവസത്തെ എല്ലാം ശരിയാക്കുമെന്ന പ്രഖ്യാപനവുമായി അധികാരത്തിലേറിയ നമ്മുടെ ഇടത് സർക്കാർ ഭരിക്കുന്ന ഈ നാട്ടിൽ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിലാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തതെങ്കിൽ അത് ഏറെ വേദനിപ്പിക്കുന്ന സംഭവമാണ്. അക്കാര്യത്തിൽ തർക്കമില്ല. സാധാരണക്കാരനാണ്, ഭിന്നശേഷിക്കാരനാണ്. ഈ കൃത്യമായി കിട്ടേണ്ട ഈ പെൻഷൻ കൊണ്ട് മാത്രം മുന്നോട്ട് പോവേണ്ട ഉപജീവന മാർഗം ജീവിക്കേണ്ട ഒരാളായിരിക്കാം അദ്ദേഹം. അതുകൊണ്ടായിരിക്കാം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ജീവൻ ഒടുക്കിയത്, അല്ലേ? തീർച്ചയായും ഈ പെൻഷൻ വിഷയം സർക്കാരിനെ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ നമുക്കറിയാം അടിമാലിയിലെ മറിയക്കുട്ടി എന്ന വയോധികയായ വീട്ടമ്മ സർക്കാരിനെതിരെ നേരിട്ട് യുദ്ധം പ്രഖ്യാപിച്ച് ഹൈക്കോടതിയിലടക്കം കേസ് നൽകുകയും സർക്കാർ നേരിട്ട് അവരുമായി വാഗ്വാദത്തിൽ പോലും ഏർപ്പെടേണ്ട അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് പോലും പിന്നീട് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ വിവിധ കോണുകളിൽ നിന്നും ഈ പെൻഷൻ കൃത്യമായി ലഭിക്കാത്തതുകൊണ്ടുള്ള ഒരു വിമർശനങ്ങൾ ഉയരുന്നു. ഓരോ തവണ വിമർശനങ്ങൾ ഉയരുമ്പോഴും തങ്ങൾ ഭരണത്തിലെത്തിയപ്പോൾ 1.5 വർഷം മുടങ്ങിക്കിടന്ന പെൻഷൻ തങ്ങളാണ് കൃത്യമായി നൽകിയിരുന്നത്. അത് പെൻഷൻ തുക വർദ്ധിപ്പിച്ച് നൽകിയെന്നതടക്കമുള്ള പലപ്പോഴും അവകാശവാദങ്ങളും ഉന്നയിക്കാറുണ്ട്. പക്ഷേ പഴയ കാര്യങ്ങൾ എന്തായാലും പുതിയ കാലത്ത് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അങ്ങേറ്റം ഓരോ കുടുംബത്തിനും ഞെരുക്കം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ഈ പണം മാത്രം ആശ്രയിച്ച് കഴിയുന്ന കുടുംബങ്ങളുണ്ട് എന്നാണ്, അല്ലെങ്കിൽ വയോധികരുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കിട്ടാതെ വരുമ്പോൾ അവരുടെ സാമ്പത്തിക സ്ഥിതി തകിടം മറിക്കുന്നു. മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങിച്ച് ഒരുപാട് ദിവസം മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നീങ്ങുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ കൃത്യമായും താൻ ഈ പണം ലഭിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെ അത്തരമൊരു കത്ത് പഞ്ചായത്തിന് നൽകി പോലീസിനും കൈമാറിയ ശേഷമാണ് ഈ പാപ്പച്ചൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. ഈ സംസ്ഥാനത്ത് ഈ പെൻഷൻ തുക കിട്ടാതെ നരകയാതന അനുഭവിക്കുന്ന ഒരുപാട് പേരുടെ ഒരു പ്രതിനിധിയായി ഇദ്ദേഹത്തെ കരുതാം. ഇദ്ദേഹം ആത്മഹത്യാ പ്രവണത ഉള്ളയാളാണ്, അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ 77 ദിവസത്തെ കൂലി വാങ്ങിയ ആളാണ് എന്നൊക്കെ ന്യായീകരണങ്ങൾ പഞ്ചായത്ത് പറയുമ്പോഴും ഈ താൻ മരിക്കാനുള്ള കാരണം ഇത് തന്നെയാണ് എന്ന് കൃത്യമായി എഴുതി വെച്ചാണ് ഇപ്പോൾ പാപ്പച്ചൻ ജീവൻ ഒടുക്കിയിരിക്കുന്നത്.
ഹരീഷ, ഇത് കോഴിക്കോട്ടെയുള്ള ഒരു ജോസഫിന്റെ മാത്രം അവസ്ഥയായിരിക്കില്ല. ഇത്തരത്തിൽ മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും, ഒരുപാട് സാധാരണക്കാരുണ്ട്, ഒരുപാട് ഭിന്നശേഷിക്കാരുണ്ടാകും. മാസം തോറും കിട്ടേണ്ട പെൻഷനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിതം തള്ളി നീക്കുന്ന ആയിരക്കണക്കിന് വയോധകരുണ്ടാകും, സാധാരണക്കാരുണ്ടാകും. ഒരു മറിയക്കുട്ടി പിച്ചച്ചട്ടിയുമായി പുറത്തേക്ക് ഇറങ്ങിയെങ്കിൽ അതേപോലെ മറിയക്കുട്ടിമാരെ പോലെ സർക്കാരിനെതിരെ പ്രതിഷേധം നടത്താൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ടാകും. അത്തരത്തിലൊരാളായിരിക്കാം ഈ ജോസഫ്. ഇനി എത്ര ജോസഫുമാരുണ്ടാകും ഇങ്ങനെയാണെങ്കിൽ? തീർച്ചയായും ഈ സർക്കാരിന്റെ മുൻഗണനാ ക്രമത്തെക്കുറിച്ചുള്ള വിമർശനം തന്നെയാണ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. കേന്ദ്ര അവഗണന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും കാര്യമായ പണം ലഭിക്കുന്നില്ല. പദ്ധതി വിഹിത തുക കേന്ദ്ര വിഹിതവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ വെട്ടിച്ചുരുക്കിയിരിക്കുന്നു. ഈ ആളോഹരി തുക വികസിതമായ കേരളം എന്ന കണക്കിലെടുത്ത് പദ്ധതി തുക വലുതായി വെട്ടിക്കുറിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ രാഷ്ട്രീയമായ കാരണങ്ങളായി ഉയർത്തിക്കാട്ടുന്നത്. പക്ഷേ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധമോ ഒന്നുമല്ല സാധാരണക്കാരായ കർഷകർക്കും ഈ വികലാംഗർക്കും പെൻഷൻ തുക കൊണ്ട് ജീവിക്കുന്നവർക്കും അറിയേണ്ടത്. അവർക്ക് മുടക്കമില്ലാതെ പെൻഷൻ തുക നൽകുന്നതിനുള്ള ഒരു ക്രമീകരണം എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉടൻ ഉണ്ടാവണം. അല്ലെങ്കിൽ അതിന് ഇനി കാലവിളംബം വരുത്തരുത് എന്നത് തന്നെയാണ് ഇപ്പോൾ ഈ ആത്മഹത്യയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഇതുവരെ മുടങ്ങിയിട്ടില്ല. സർക്കാർ ജീവനക്കാർക്കോ അല്ലെങ്കിൽ അത്തരത്തിൽ ഉന്നതരായ ആളുകൾക്ക് പലപ്പോഴും അവർക്ക് കിട്ടാനുള്ള വലിയ തുകകൾ കൃത്യമായി കിട്ടുന്നു. എന്നാൽ പെൻഷൻ ഒരു ഔദാര്യം പോലെ കണക്കിലാക്കിയാണ് പലപ്പോഴും ഓരോ ഭരണകൂടങ്ങളും അത് കിട്ടുമ്പോൾ കൊടുക്കാം അല്ലെങ്കിൽ തങ്ങൾക്ക് സൗകര്യം ലഭിക്കുമ്പോൾ കൊടുക്കാം എന്ന രീതിയിലേക്ക് തള്ളിവിടുന്നത്. നേരത്തെ UDF സർക്കാരായാലും ഇപ്പോൾ LDF സർക്കാരായാലും ആദ്യ കാലങ്ങളിൽ കൃത്യമായി കൊടുത്തിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഈ പെൻഷൻ തുക അനിശ്ചിതമായി നൽകുന്നതിലെ കാലതാമസം വലിയ വിമർശനവും സർക്കാരിനെതിരായ വലിയ തോതിലുള്ള ജനരോഷവും ഉയർത്തിയിട്ടുണ്ടോ എന്ന കാര്യം ഉറപ്പാണ്. ഒരുപക്ഷെ അനീഷ ദയവായി തുടരുക. ഇപ്പോൾ ചക്കിട്ടപ്പാറ വാർഡ് മെമ്പർ ജിതേഷ് മുതുകാട് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജിതേഷ്, കോഴിക്കോട് ചക്കിട്ടപ്പാറയിലാണ് ഇപ്പോൾ ഒരു ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്തത്, തൂങ്ങി മരിച്ചത്. ഭിന്നശേഷിക്കാരനായ വളയത്ത് ജോസഫാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇദ്ദേഹത്തിന് മാസങ്ങളായി അദ്ദേഹത്തിന്റെ പെൻഷൻ ലഭിച്ചിരുന്നില്ല. പെൻഷൻ ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിങ്ങളുടെ പഞ്ചായത്തിനെ സമീപിച്ചിരുന്നു. പക്ഷേ അപ്പോൾ പോലും അദ്ദേഹത്തിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ പഞ്ചായത്തിന് സാധിച്ചത്. അതിന്റെ പുറത്താണോ അദ്ദേഹം ഇപ്പോൾ ആത്മഹത്യ ചെയ്തത്? എന്താണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും മരണകാരണം അത് തന്നെയാണെന്ന് അദ്ദേഹം 2 മാസം മുമ്പ് വളരെ കൃത്യമായി പഞ്ചായത്തിലും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ട്, പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളോടും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ആ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ ഒന്നുകൊണ്ട് മാത്രമാണ് എന്റെ ജീവിതം, അതുകൊണ്ട് ക്ഷേമ പെൻഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ അല്ലാതെ മറ്റു മാർഗമില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം ഇന്ന് മരിച്ചതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ളതാണ് ഞങ്ങൾ നാട്ടുകാർ മനസ്സിലാക്കുന്നത്. പിന്നെ ഇപ്പോ ചില ആളുകൾ പഞ്ചായത്തിന്റെ ഭരണത്തിലിരിക്കുന്ന ആളുകളും സംസ്ഥാന ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് അങ്ങനത്തെ പ്രയാസങ്ങളൊന്നുമില്ല, അദ്ദേഹത്തിന് തൊഴിലുറപ്പിന്റെ പണം കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ആ മരണത്തെ എന്ത് ചെയ്യാണ്, നിസ്സാരവൽക്കരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വളച്ചൊടിക്കുകയാണ്. അത് വളരെ ദൗർഭാഗ്യമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ മരണം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് അദ്ദേഹം മാസങ്ങൾക്ക് മുൻകൂട്ടി വളരെ കൃത്യതയോടുകൂടി അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടാണ് അദ്ദേഹം മരിച്ചിട്ടുള്ളത്. എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഇതിൽ ഇടപെടാൻ സാധിച്ചില്ല? അല്ല, ഇതിലെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാലോ, ഇടപെടുക എന്ന് പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പെൻഷന്റെ കാര്യത്തിൽ ഇടപെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റാണ് പെൻഷൻ കൊടുക്കേണ്ടത്. 5 മാസത്തെ പെൻഷനായി മുടങ്ങിയിട്ട് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വികലാംഗനാണ്. വികലാംഗനായതെന്ന് പറഞ്ഞാൽ ജന്മനാ വികലാംഗനല്ല. അദ്ദേഹത്തിന് ഒരു 10-20 വർഷം മുമ്പ് സ്ട്രോക്ക് വന്ന് അതിനുശേഷം അദ്ദേഹം വികലാംഗനായി. 2 പെൺമക്കളാണ് ഉള്ളത്. അതിലൊരു കുട്ടി ഭിന്നശേഷിക്കാരിയാണ്. ആ കുട്ടിയെ കൊണ്ട് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു കുട്ടിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ കാർഡിയാക് പേഷ്യന്റ് ആയിരുന്നു. അവര് കഴിഞ്ഞ 1.5 വർഷം മുമ്പ് കാർഡിയാക് അറസ്റ്റ് വന്ന് മരണപ്പെട്ടു. അപ്പൊ എല്ലാ രീതിയിലും ജീവിതത്തിൽ അദ്ദേഹം ഒറ്റപ്പെട്ടു. ഒപ്പം അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സാമ്പത്തിക സഹായം കിട്ടുന്നത് പെൻഷനിലൂടെയാണ്. ആ പെൻഷനും മുടങ്ങി. ആ പെൻഷൻ മുടങ്ങിയതിന്റെ പ്രയാസമാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, പഞ്ചായത്തിലും ബന്ധപ്പെട്ടവരെയും അറിയിച്ചിട്ടുള്ളത്. കേവലം ഗ്രാമപഞ്ചായത്തിനെ ഈ വിവരം അറിയിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ആണ് പെൻഷൻ കൊടുക്കേണ്ടത്. നമുക്കറിയാം, ഇദ്ദേഹം ഒരു പ്രതിനിധി മാത്രമാണ്. ഇത്തരം നിരവധി ആളുകൾ ക്ഷേമ പെൻഷൻ മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന, ഓരോ ദിവസവും തള്ളി നീക്കുന്ന അല്ലെങ്കിൽ മരുന്ന് വാങ്ങാൻ വേണ്ടി പെൻഷൻ തുക കാത്തിരിക്കുന്ന നിരവധി ആളുകൾ കേരളത്തിലുണ്ട്. ആ ആളുകൾക്കുള്ള ഒരു പ്രതിനിധി മാത്രമാണ് സാധിക്കുമെങ്കിൽ ദയവായി തുടരുക. ഇപ്പോൾ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് K. സുനിൽ
കൂടെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കെ സുനിൽ, യഥാർത്ഥത്തിൽ ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത് ഈ പെൻഷൻ ലഭിക്കാത്തതിന്റെ പേരിൽ തന്നെയാണോ? എന്താണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ശ്രീ സുനിലേക്ക് തിരികെ എത്താം. അദ്ദേഹം ടെലിഫോൺ ലൈനിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വീണ്ടും ജിതേഷിലേക്ക് തന്നെ പോവുകയാണ്. ശ്രീ ജിതേഷ്, താങ്കൾ തുടരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ മകൾക്കും കിടപ്പ് രോഗിയാണ് അദ്ദേഹത്തിന്റെ മകളെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ മകൾക്കും കഴിഞ്ഞ 5 മാസമായി പെൻഷൻ മുടങ്ങിയ സാഹചര്യമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. കേരളത്തിൽ മൊത്തം ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിട്ട് 5 മാസം കഴിഞ്ഞല്ലോ. 6ാമത്തെ മാസത്തിലേക്ക് വരികയാണ്. ഇവരുടെ ഒരു കുടുംബ പശ്ചാത്തലം എങ്ങനെയാണ്? സാധാരണക്കാരിൽ സാധാരണക്കാരാണോ? ഈ പെൻഷനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണോ ഇവർ? തീർച്ചയായും വളരെ സാധാരണ കുടുംബമാണ്. മാത്രമല്ല കയ്യേറ്റ ഭൂമിയിലായിരുന്നു അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം ഒരു 50 സെന്റ് സ്ഥലത്തിന് പട്ടയം കിട്ടിയിട്ടുണ്ട്. ആ ഭൂമിയിൽ കൃഷി കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് രീതിയിലൊന്നും ജീവിക്കാനുള്ള മറ്റു മാർഗങ്ങളൊന്നും അദ്ദേഹത്തിനില്ല. ശരി, ശ്രീ ജിതേഷ് ദയവായി തുടരുക. ഇപ്പോൾ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സുനിൽ, ഈ ഭിന്നശേഷിക്കാരനായ ജോസഫ് ആത്മഹത്യ ചെയ്തു എന്നുള്ള ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിന് ഈ പെൻഷൻ ലഭിക്കാത്തത് തന്നെയാണോ അദ്ദേഹത്തിന് ജീവൻ ഒടുക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത്? ശ്രീ സുനിൽ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞു. എന്താണ് ഇദ്ദേഹത്തിനെ ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിച്ചതിന്റെ കാരണം? ഈ സർക്കാരിന്റെ കൃത്യമായ പെൻഷൻ ലഭിക്കാത്തത് തന്നെയാണോ അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുള്ള ഒരു കാരണം? അല്ല, പെൻഷൻ ലഭിക്കാതിരുന്ന സമയത്ത് അദ്ദേഹം കഴിഞ്ഞ നവംബർ മാസം 9-ാം തീയതി ഒരു പരാതി പഞ്ചായത്തിൽ തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് പെൻഷൻ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ നമ്മളത് പരിശോധിച്ചു. അദ്ദേഹം 2023 ആഗസ്റ്റ് മാസം വരെ അദ്ദേഹം പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ട്. അദ്ദേഹം മാത്രമല്ല പെൻഷൻ കൈപ്പറ്റിയത്, അദ്ദേഹത്തിന് ഒരു ഭിന്നശേഷിക്കാരായ മകളുണ്ട്, ജിൻസി. അദ്ദേഹത്തിന്റെ കൂടെ കഴിഞ്ഞ 13 മാസമായിട്ടില്ല. അവരൊരു കന്യാസ്ത്രീ മഠത്തിലാണ് കോഴിക്കോട്. അവരുടെ പെൻഷനും ഇദ്ദേഹമാണ് വാങ്ങുന്നത്. അപ്പോൾ 1600 ഇദ്ദേഹത്തിന്റെ പെൻഷനുണ്ട്, 1600 മകളുടെ പെൻഷനുണ്ട്. ഈ 2 പെൻഷനും ഇദ്ദേഹമാണ് കൈപ്പറ്റുന്നത് ആഗസ്റ്റ് മാസം വരെ. അപ്പോ ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു. അദ്ദേഹത്തിന് ഉപജീവന പദ്ധതി എന്ന് പറഞ്ഞാൽ പെൻഷൻ മാത്രമല്ല, അദ്ദേഹം ഭിന്നശേഷിക്കാരനാണെങ്കിലും നേരത്തെ ആരോ പറഞ്ഞു കേട്ടു, തൊഴിലുറപ്പ് പദ്ധതിയൊന്നും ആരുടെ ഔദാര്യമല്ല, സർക്കാർ കൊടുക്കുന്നത്. പക്ഷെ ഇദ്ദേഹത്തിന് വേറൊരാളുടെ പറമ്പിലോ ഒരു പൊതുസ്ഥലത്തോ പണിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥലത്ത് തന്നെ ജോലി കൊടുത്ത് അദ്ദേഹം 99 പണി കഴിഞ്ഞ ജനുവരി മാസം 15 വരെ എടുത്തു. ഈ ജനുവരി മാസം 3-ാം തീയതി അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് 5500 രൂപ പിൻവലിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഒരാൾക്ക് കിട്ടുന്ന പെൻഷൻ 1600 രൂപയാണ്. ഇദ്ദേഹത്തിന് കഴിഞ്ഞ 8 മാസമായിട്ട് കിട്ടുന്നത് 3200 രൂപയാണ്. ശരി, അദ്ദേഹത്തിന് ലഭിച്ച 1600 രൂപ അദ്ദേഹത്തിന് കിട്ടിയിട്ട് എത്ര മാസമായി? 8-ാം മാസം, അതായത് ആഗസ്റ്റ് മാസം 16-ാം തീയതി അദ്ദേഹം 1600 അല്ല 3200 വാങ്ങിയിട്ടുണ്ട്. അയാളുടെ മകളുടെ പെൻഷൻ അദ്ദേഹം തന്നെയാണ് വാങ്ങുന്നത്. അതായത് താങ്കൾ പറഞ്ഞത് കഴിഞ്ഞ മാസവും അദ്ദേഹത്തിന് കൃത്യമായി പെൻഷൻ കിട്ടിയിരുന്നു എന്നാണ്? 8-ാം മാസം എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് മാസം. 2023 ആഗസ്റ്റ് മാസം 8-ാം മാസം അദ്ദേഹം 3200 രൂപ പെൻഷൻ വാങ്ങിയിട്ടുണ്ട്. രണ്ടാളുടെ പെൻഷൻ. ഇദ്ദേഹം കഴിഞ്ഞ 11 മാസമായി 2 പെൻഷൻ വാങ്ങുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മകളുടെ പെൻഷൻ അദ്ദേഹം വാങ്ങുന്നത്. അപ്പൊ അദ്ദേഹത്തിന് 4 മാസം പെൻഷൻ കിട്ടാണ്ട് വസ്തു. പക്ഷെ ഇദ്ദേഹം ഈ പരാതി പഞ്ചായത്തിൽ നവംബർ മാസം 9-ാം തീയതി കൊടുത്തപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിരുന്നു പോയിട്ട്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ഒരു ഉപജീവന പദ്ധതി എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പ് പദ്ധതി അദ്ദേഹം പോകാൻ പറ്റില്ല, പുറത്ത് ജോലിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ അദ്ദേഹത്തിന്റെ പറമ്പിൽ തന്നെ പണി ക്രമീകരിച്ചു കൊടുത്തു. നേരത്തെ ആരോ പറഞ്ഞു അദ്ദേഹം കയ്യേറ്റൊന്നുമല്ല, 989 50 സെന്റ് സ്ഥലം അന്നത്തെ ഗവൺമെന്റ് കൊടുത്ത സ്ഥലത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹം പഞ്ചായത്തിന്റെ അതിദരിദ്രരുടെ ലിസ്റ്റിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് ഭക്ഷ്യധാന്യം സൗജന്യമായി കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് റോഡില്ലാത്ത പ്രശ്നം വന്നപ്പം അദ്ദേഹത്തിന് വേണ്ടി മാത്രം കഴിഞ്ഞ വർഷം 5 ലക്ഷം രൂപ ചെലവഴിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് റോഡ് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞത് ആരോ അല്ല, ചക്കിട്ടപ്പാറ വാർഡ് മെമ്പറായ ജിതേഷ് മുതുകാടാണ്. എന്നാ ജിതേഷ് മുതുകാടിനോട് പറയേണ്ട ഒരു കാര്യം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും, അതായത് അദ്ദേഹത്തിന് അതിദരിദ്ര ലിസ്റ്റിൽപ്പെട്ട കാര്യം, അദ്ദേഹത്തിന് ഭക്ഷ്യധാന്യം സൗജന്യമായി കിട്ടുന്ന കാര്യം, അദ്ദേഹത്തിന് പുതിയ വീട് കൊടുക്കാൻ വേണ്ടി 5 ലക്ഷം രൂപ 4 ലക്ഷം പാസ്സായ കാര്യം, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് 5 ലക്ഷം രൂപ കൊടുത്ത് റോഡ് നിർമ്മിച്ചു കൊടുത്ത കാര്യം, അദ്ദേഹത്തിന് ഇപ്പം തൊഴിലുറപ്പിൽ അദ്ദേഹത്തിന്റെ തൊഴിൽ കാർഡ് നമ്പർ 78 ആണ്, 99 പണിയെടുത്ത കാര്യം, കഴിഞ്ഞ ജനുവരി മാസം 5-ാം തീയതി തൊഴിലുറപ്പ് നമുക്ക് മാറ്റി നിർത്താം, അത് അദ്ദേഹത്തിന്റെ ജോലിയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഞാൻ ചോദിച്ചത് പെൻഷനാണ് എന്ന് പറയുമ്പോൾ അതും വരുമല്ലോ. തൊഴിലുറപ്പ് പെൻഷൻ മാത്രമല്ലല്ലോ, ഉപജീവന പദ്ധതി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സർക്കാരിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു ആനുകൂല്യമാണ് ഈ തൊഴിലുറപ്പ് എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം ജോലിക്ക് പോയി അദ്ദേഹം കഴിഞ്ഞ ജനുവരി മാസം 5000 രൂപ അദ്ദേഹം പിൻവലിച്ചിട്ടുണ്ട്. അദ്ദേഹം 99 പണിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഒരാൾ മാത്രമേ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ പെൻഷൻ 4 മാസം കിട്ടാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് ആ വീട്ടിൽ നേരിട്ട് പോയ എനിക്ക് ബോധ്യമായിട്ടില്ല എന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ അദ്ദേഹം മരിച്ചപ്പോ ഇന്ന് അവിടെ പോയിരുന്നു, ഇന്നും പോയിരുന്നു.
അപ്പൊ അദ്ദേഹത്തിന് എന്താ സംഭവിച്ചാൽ ഇത്തരം സൗകര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ പോലും വികലാംഗ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യുമെന്നാണ് അദ്ദേഹം നിങ്ങൾക്ക് നൽകിയ പരാതിയിൽ പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെന്ത് ആക്ഷൻ എടുത്തു, അല്ലെങ്കിൽ എന്ത് നടപടി സ്വീകരിച്ചു, അധികൃതരെ നിങ്ങൾ ബന്ധപ്പെട്ടിരുന്നോ എന്നാണ് എന്റെ ചോദ്യം. അല്ല, ആ പരാതി കിട്ടിയോ? സാധാരണഗതിയിൽ പെൻഷൻ കൊടുക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ? സംസ്ഥാന ഗവൺമെന്റ് ആണ് പെൻഷൻ കൊടുക്കുന്നത്, പഞ്ചായത്തല്ല. അല്ല, പഞ്ചായത്തല്ല എന്നറിയാം. പക്ഷെ പഞ്ചായത്തിന്റെ ഏത് തരത്തിൽ ഇടപെടൽ ഉണ്ടായി എന്നായിരുന്നു ഞാൻ ചോദിച്ചത്. അതാണല്ലോ പറഞ്ഞു. 10-ാം തീയതി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹവുമായി സംസാരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഒരു ഡിമാൻഡ്, എനിക്കെന്ത് ചെയ്യണം, എനിക്ക് ജീവിക്കാൻ വേണ്ടി തൊഴിലുറപ്പിന്റെ പണിക്ക് പുറത്തു പോകാത്തത് കൊണ്ട് എനിക്ക് എന്റെ വീട്ടിൽ തന്നെ അത് കിട്ടണം. അവിടുത്തെ മേറ്റിനെ വിളിച്ച് ആ സമയത്തിന്റെ അക്കാര്യത്തിൽ അറേഞ്ച്മെന്റ് ഉണ്ടാക്കി കൊടുത്ത് അദ്ദേഹത്തിന് 100 പണി നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ പെൻഷൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം ഒരാളുടെ പെൻഷൻ അല്ല വാങ്ങുന്നത്, 2 പേരുടെ പെൻഷൻ അദ്ദേഹം വാങ്ങുന്നുണ്ട്. 8-ാം മാസം വരെ 2 പെൻഷൻ അദ്ദേഹം ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ 2 പെൻഷൻ ഒപ്പിട്ട് വാങ്ങിയ ഒരാൾക്ക് എന്തിനാ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി? പിന്നെ എന്തിനാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്? പെൻഷൻ കിട്ടാത്തതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് നിങ്ങൾ പറയുമ്പോ, അദ്ദേഹം നിങ്ങൾക്ക് കത്ത് തന്നപ്പോ ഞങ്ങൾ അതേ സംബന്ധിച്ച് അന്വേഷിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ മകള് 13 മാസമായിട്ട് ഇവിടെ ഇല്ല. എന്റെ മകള് ഒരു കന്യാസ്ത്രീ മഠത്തിലുള്ളത്. പിന്നെ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്ത് എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ നമുക്കത് ആർക്കും മനഃശാസ്ത്രപരമായി പറയാൻ പറ്റില്ല. ഒരു ഒറ്റപ്പെടൽ കൊണ്ടാണോ, ജീവിത പ്രയാസം. പക്ഷെ അദ്ദേഹത്തിന് ദൈനംദിന ജീവിതത്തിൽ ഉപജീവന മാർഗങ്ങൾ ഉണ്ട് എന്ന് പഞ്ചായത്ത് ഉറപ്പുവരുത്തി എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹം പഞ്ചായത്തിന് ഇതിനു മുൻപ് നൽകിയ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യും എന്ന് ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ നേരത്തെ ഒരു സൂചന അദ്ദേഹം നൽകിയതാണ് ഞങ്ങൾക്ക് തൽക്കാലം ചൂണ്ടിക്കാട്ടാൻ സാധ്യതയുള്ളൂ. അദ്ദേഹം ഇങ്ങനെ ഒരു സൂചന മാത്രമല്ല, 2017 മുതൽ അദ്ദേഹത്തിന് ഭൂമിക്ക് രേഖ കിട്ടാത്തതുകൊണ്ട് കോഴിക്കോട് കലക്ടറേറ്റിൽ അദ്ദേഹം മണ്ണെണ്ണയുമായി കലക്ടറുടെ ചേംബറിൽ പോയി ആത്മഹത്യ ശ്രമിച്ചു. വലിയ പത്രവാർത്ത വന്നതാണ്. അന്നത്തെ കലക്ടർ സാംബശിവ റാവു ഉത്തരവിട്ടാണ് അദ്ദേഹത്തിന്റെ ഭൂമിയുടെ വിഷയം. അപ്പോഴാണ് 89 അദ്ദേഹത്തിന് സർക്കാർ പട്ടയം കൊടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം 1/2 ഏക്കർ ഭൂമിയിൽ സ്വന്തമായി ഉള്ള ആളാണെന്ന് മനസ്സിലാക്കിയിട്ട് അന്ന് ആ പരാതി പിൻവലിക്കപ്പെട്ടതാണ്. ഇങ്ങനെ കുറെ കാലമായി ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ആത്മഹത്യാ ഭീഷണി അദ്ദേഹം മുഴക്കാറുണ്ട്. ഇതായിട്ടൊരു സംഭവമല്ല. എന്നിട്ടും ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവുകയും അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പെൻഷൻ ഇല്ലാത്തത് കൊണ്ടാണ്, ഈ പെൻഷൻ 4 മാസത്തെ പെൻഷൻ കിട്ടാത്തത് കൊണ്ട് ജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞാൽ അത് ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരാൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. വിദേശത്ത് എങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽസ്, ഇന്ന് അദ്ദേഹം മരിച്ചപ്പോഴല്ല, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പെയുള്ള വിവരങ്ങൾ എന്റെ അടുത്തുള്ളതുകൊണ്ടാണ് എനിക്കത് പറയാൻ പറ്റുന്നത്. ഞാൻ ആ വീട്ടിൽ പോയതും തൊഴിലുറപ്പിന്റെ മേറ്റിനെ വിളിച്ച് സംസാരിച്ചതും അദ്ദേഹത്തിന്റെ പെൻഷൻ ഇതുവരെ കിട്ടിയെന്ന് അന്വേഷിച്ചതും അദ്ദേഹത്തിന്റെ ഭക്ഷ്യധാന്യത്തെക്കുറിച്ചും അദ്ദേഹത്തെ അതിഥികളെ ലിസ്റ്റിൽപ്പെടുത്തിയതിനെ കുറിച്ചും. ശരി, അപ്പോൾ വ്യക്തതയ്ക്ക് വേണ്ടി ഒരൊറ്റ ചോദ്യം കൂടി, അതായത് ഈ വികലാംഗ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്നല്ല അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്ന് തന്നെയാണ് താങ്കൾ ഉറച്ചു വിശ്വസിക്കുന്നത് അല്ല, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ? എങ്ങനെ? അതായത് ഈ വികലാംഗ പെൻഷൻ മുടങ്ങിയതിന്റെ പേരിലല്ല അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്ന് താങ്കൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് നിലയിൽ ഉറച്ചു വിശ്വസിക്കുന്നു അല്ലേ? വിശ്വസിക്കാനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത്. ശരി, ഓക്കെ, ശരി. വളരെയധികം നന്ദി ശ്രീ കെ സുനിൽ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. എന്തായാലും കോഴിക്കോട് ചക്കിട്ടപ്പാറ മുതുകാട്ടിൽ ഭിന്നശേഷിക്കാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഭിന്നശേഷിക്കാരനായ വളയത്ത് ജോസഫ് എന്ന പാപ്പച്ചനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.